നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ജോലികളൊന്നുമില്ല ഗൈസ്. ഉണ്ട്, അങ്ങനെയല്ല. ഇന്നലെ പാടുപെട്ട് ഞാൻ ജോലി ചെയ്തതിൽ നിന്ന് വിശ്രമമാണ്. രാവിലെ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് എനിക്ക് സ്റ്റിൽ കട്ട് ഓട്സ്, അതെനിക്ക്. പിന്നെ ഉച്ചത്തേക്ക് ഇരിക്കുന്നു ബീഫല്ല, പോത്ത്. എനിക്കിതേ ഇരിക്കുന്നു ചിക്കൻ ഏട്ടൻ എയർ ഫ്രൈക്കാന്ന് വലിയ പീസായിട്ട് വെട്ടി വാങ്ങിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ ഇരിക്കുന്നത് ചോറ് ചൂടായിരുന്നു. അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് റൈസ് കുക്കറിൽ വെച്ചാവുമല്ലോ. ഉച്ചത്തെ അതാണ്, ലഞ്ച് അതാണ്. പിന്നെ കപ്പയും കൂടി വേവിക്കാമെന്ന് കരുതി. ഇത്ര മാത്രമേ ഉള്ളൂ. കപ്പ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കപ്പ ഉണ്ടല്ലോ പെട്ടെന്ന് അഴുകി പോണേ. മറ്റേത് കറുത്ത് അങ്ങനെ ചീത്തയായി പോവില്ലുള്ളൂ. ഇപ്പോഴത്തെ കപ്പ അഴുകി പോണ്. നമ്മൾ വെജിറ്റബിൾസ് കഴുകും പോലെ അഴുകി പോണു. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അഴുകാൻ തുടങ്ങി. ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ ഓക്കെ ആയി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. പുട്ടുണ്ടാക്കുക, എൻ്റെ ഓട്സ് വെജിറ്റബിൾ മിക്സ് ഓട്സ് ഉപ്മ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന്. ഉച്ചത്തേക്ക് കപ്പ പുഴുങ്ങുക. ഇത്ര മാത്രമേ ഇന്ന് എനിക്ക് ജോലിയായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സന്തോഷത്തിലാണ്. എൻ്റെ അരി തിളച്ചു. ഇതിനെ ഞാനെടുത്ത് റൈസ് കുക്കറിലേക്ക് വയ്ക്കും. അപ്പോൾ ചോറുമായി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചോറുമാവും. ഇന്ന് വേറെ പരിപാടികൾ ഒന്നും. ഇന്ന് വേറെ ക്ലാസ്സില്ല, അത് പറയാൻ പറ്റും. അവരുടെ സ്കൂളിൽ ഇലക്ഷൻ്റെ വോട്ട് അവരുടെ സ്കൂളിലുണ്ട്. ബൂത്ത് കാർമൽ സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർക്ക് ക്ലാസ്സില്ല. നാളെ ഇലക്ഷൻ്റെ ക്ലാസ്സില്ല. ഇനി മറ്റന്നാളേ ഉള്ളൂ. എക്സാമാണ്. എക്സാം മാറ്റി വെച്ചു എന്ന് തോന്നുന്നു, ഇന്നത്തെ എക്സാം. പിന്നെ 13-ാം തീയതി വോട്ട് എണ്ണലല്ലേ, അന്നും ക്ലാസ്സില്ല. അന്ന് സാറ്റർഡേ ആണ്, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ് ശനിയാഴ്ചത്തേക്ക് വേണ്ടി വന്നാനേ. ഡിക്ലറേഷൻ ഡേറ്റ് ആയതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ്സില്ല. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ നമ്മൾക്ക് ഇറങ്ങാൻ പോകണ്ടേ നമുക്ക്. ഗൈസ്, എവിടെ പോകണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇന്ത്യക്കകത്ത് പോകണോ, ഇൻ്റർനാഷണൽ പോകണോ? ഇന്ത്യക്കകത്താണെങ്കിൽ എവിടെ പോകണം കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ പോകാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ പോകണമെന്നാണ് പ്ലാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മുടെ പ്ലാനുമായിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അരിമാവ് വാങ്ങിക്കണം, അരിസി മാവ് വാങ്ങിക്കണം, ഇടിയപ്പത്തിൻ്റെ മാവ് വാങ്ങിക്കണം. എല്ലാം തീർന്നു. എല്ലാം ഞാൻ സാധാരണ വാങ്ങിച്ച് പൊടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു 3-4 കിലോയൊക്കെ ഉണ്ടാവേ. ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവും. ഞാൻ കരുതി അതിന് വാങ്ങിച്ച് അതിനെ പൊടിപ്പിക്കണം. അതിനെക്കാട്ടും മറ്റേ അജ്മിയുടെ പുട്ടുപൊടിയൊക്കെ കൊള്ളാം. അതും ഇടിയപ്പത്തിൻ്റെ പൊടി, അത് മതി. അത് വാങ്ങിക്കണം, അരിമാവൊക്കെ വാങ്ങിക്കണം. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കാൾപ്പൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ടൂളിനെ ഞാനിന്ന് പരിചയപ്പെടുത്തി തട്ടെ. അഗാരോയുടെ സ്കാൽപ്പ് ആൻഡ് ഹെഡ് മസാജർ. ഈ ഒരു ഇലക്ട്രിക് ഹെഡ് മസാജറിന് റൊട്ടേറ്റിംഗ് ഹെഡ്സും വരുന്നുണ്ട്, മൾട്ടിപ്പിൾ സ്പീഡ് സെറ്റിങ്സും വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ മസാജിനെ കസ്റ്റമൈസ് ചെയ്യാം. ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു കിടിലം മസാജ് തന്നെ നമുക്ക് കിട്ടും. ലോങ് പ്രസ്സിൽ ഓണും പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞുള്ള 3 സ്പീഡിൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. വീണ്ടും ലോങ് പ്രസ്സോട് കൂടി നമുക്കത് ഓഫ് ചെയ്യാനും പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കോൺ ഹെഡാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മസാജ് നല്ല സുഖമുള്ളതായിരിക്കേ. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും ഹെഡ് ഏക്കിനും ഒക്കെ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് ഇത്. ഹെഡിന് മാത്രമല്ല കേട്ടോ, ഇത് നെക്കിനും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ട് വരും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു കിടിലം മസാജ് തരുന്നൊരു സാധനമാണ് ഈ ഒരു ഇലക്ട്രിക് ഹെഡ് മസാജ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ് ആവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചോളൂ. കുറച്ച് ഓയിൽ കയ്യിലെടുത്തിട്ട് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് നമ്മുടെ ഹെഡ് മസാജിൽ ഒഴിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത ശേഷം ഈ ഇലക്ട്രിക് ഹെഡ് മസാജ് വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്താ സുഖമെന്ന് അറിയോ. നല്ലതായിട്ട് ഓയിലെല്ലാം അബ്സോർബായി നമ്മുടെ സ്കാൾപ്പിലൊക്കെ നല്ലതായിട്ട് നല്ല ഡീപ്പായിട്ട് അത് പോയിട്ട് നല്ല രീതിയിൽ സ്കാൾപ്പൊക്കെ ക്ലീൻ ചെയ്ത് ഒരു നമ്മുടെ ഹെഡ് മസാജിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഇലക്ട്രിക് ഹെഡ് മസാജ് എന്ന് പറയുന്നത്. നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ തലയ്ക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഹെഡ് ഏക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ടൊന്ന് മസാജ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ആവാൻ പറ്റുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്ട്രാപ്പ് കൂടി വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ കെട്ടിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹോൾഡ് ചെയ്തിട്ട്
തന്നെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രാപ്പ് എല്ലാം വരുന്നുണ്ട്. അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴത്ത് പോവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇങ്ങനെ കയ്യിൽ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും എങ്ങാനും വിട്ട് പോയാലും അത് കയ്യിൽ തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു സ്ട്രാപ്പ് ഉള്ളതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ റീചാർജബിൾ ആണ്. ഇതുപോലൊരു മാഗ്നറ്റിൻ്റെ ചാർജിങ് വയറാണ് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് കയറുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിറ്റാച്ചബിൾ ഹെഡ്സ് ആണ്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. റിമൂവ് ചെയ്യാനും വയ്ക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. സത്യമായിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. അഗാരോയുടെ ഈ ഒരു കിട്ടിലം ഹെഡ് മസാജർ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണേ. റേഷൻ വാങ്ങിച്ചിട്ട് ദിവസങ്ങളാവുന്നു, കട്ടായിട്ടുണ്ടോ എന്നറിയില്ല. റേഷൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് കട്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് റേഷൻ കാർഡ് കൊണ്ട് ഉപയോഗം വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കാണ്ടിരുന്നാൽ അത് കട്ടായി പോയാൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് റേഷൻ വാങ്ങിക്കണം. ഇന്നിപ്പോൾ ഇന്നുണ്ടാവും, നാളെ കാണൂല. പിന്നെ വേദയ്ക്ക് പഴംപൊരി വാങ്ങിച്ചോണ്ട് തരണേ. നമുക്ക് പഴംപൊരിയും പോത്തും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് പഴംപൊരി കൊടുക്കുക, ഏട്ടന് പുട്ട്. എന്തെല്ലാം ചിലപ്പോൾ വാങ്ങിച്ചോണ്ടതാ ഈ നമ്മളെ ദോശക്കടയിലുണ്ട്, സന്തോഷത്തിൻ്റെ കടയിൽ. എന്തൊക്കെ ഓപ്ഷൻസാന്ന് നോക്കൂ. പുട്ടിന് പുട്ട്, ഉപ്മാവിന് ഉപ്മാവ്, പഴംപൊരിക്ക് പഴംപൊരി, ഉച്ചയ്ക്കാണെങ്കിൽ ചിക്കൻ, പോത്തിന് പോത്ത്, ഓഫ് ചോറ്, കപ്പ. മക്കളെ എടുക്കാൻ ചേട്ടൻ വന്നു. ഈ ചേട്ടൻ തന്നെ ഇന്നാളെ വന്നത്. ഞായറാഴ്ച അവധിയാണല്ലേ? ആ, ഓഡീഷനാ വാങ്ങി 5000 സാധനമാണ്. കണ്ടോ, 250 രൂപയ്ക്ക് ഞാൻ ആക്രി വിറ്റ് കേട്ടോ. ഒരു മാസം ആവേ ഉള്ളൂ. കുറേ ഉണ്ടായിരുന്നു ആക്രി, എല്ലാം കൂടി വിറ്റിട്ട്. ഇതിപ്പോൾ ഇന്ന് പണിക്ക് വന്ന സാധനങ്ങളും പിന്നെ കുറച്ച് വേറെ അല്ലറ ചില്ലറ നമ്മുടെ എയർ ഫ്രയറും അങ്ങനെയൊക്കെ നമ്മുടെ ചിമ്മിനിയൊക്കെ വന്ന കാർഡ്ബോർഡും അതെല്ലാം കൂടി ആണ് കൊടുത്തിട്ട് 250 രൂപ കിട്ടിയ കേട്ടോ. കുറേ പ്ലാസ്റ്റിക്കൊക്കെ കിടന്നു, അതെല്ലാം കൂടി വാരിക്കെട്ടി കൊടുത്തിട്ടാണ് കിട്ടിയത്. എന്തായാലും പുട്ടടിക്കാനായി 250. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഭക്ഷണം എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മില്ലറ്റാണല്ലോ ശ്രീകുട്ടി കഴിക്കുന്നതെന്ന്. ആക്ച്വലി എല്ലാം കഴിക്കാം കേട്ടോ. ചോറൊക്കെ കഴിക്കാം. ആഴ്ചയിൽ 2 ദിവസം ചോറ്, ഗോതമ്പ് 2 പ്രാവശ്യം, അങ്ങനെയൊക്കെ എൻ്റെ ഡയറ്റ് ആട്ടോ. എനിക്കിപ്പോൾ വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എല്ലാമൊക്കെ കഴിക്കാം. ഷുഗർ കട്ട് ചെയ്യുക, ഓയിലി ഫുഡ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടോ. അരി ആഹാരമൊക്കെ 2 പ്രാവശ്യം ആഴ്ചയിൽ കഴിക്കാം. പക്ഷേ ഞാൻ ഒട്ടും കഴിച്ചില്ല അരിയാഹാരം. കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ, കുറച്ചുകൂടെ റിസൾട്ട് കിട്ടിയാൽ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, മില്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ്, മില്ലറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് റൈസ് പൊതുവേ വലിയ താല്പര്യമില്ല. കപ്പയും മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റൈസ് കഴിക്കും. പക്ഷേ വെറുതെ ചോറ്, മീൻകറി, തോരൻ അങ്ങനെയൊന്നും കഴിക്കാൻ എനിക്കിഷ്ടമല്ല. അതിനെക്കാട്ടും എനിക്ക് പുട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ മിക്കവാറും മില്ലറ്റ്സിൻ്റെ പുട്ടോ അല്ലെങ്കിൽ റാഗി പുട്ടൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. കപ്പയും മീൻകറിയും ഉണ്ടെങ്കിൽ, ഇഷ്ടമുള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കഴിക്കാം കേട്ടോ. ഞാൻ കഴിച്ചില്ല എന്ന് മാത്രം. മില്ലറ്റ്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും മില്ലറ്റ്സ് കഴിക്കുന്നു. പെട്ടെന്ന് റിസൾട്ട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം വർക്കൗട്ടും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് കട്ട് ചെയ്യാം. റൈസ് കഴിച്ചാൽ വണ്ണം വയ്ക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മിതമായി എല്ലാം കഴിച്ചാൽ വണ്ണം വയ്ക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പിന്നെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര കഴിപ്പാണല്ലോ. ഒരു കുരു ഗൈസ്, അങ്ങനെ എൻ്റെ മുഖത്ത് കുരുവൊന്നും വരാത്തതാണ്. പക്ഷേ എന്നൊരു കുരു. ഞാൻ ചായയൊക്കെ കുടിക്കാറുണ്ടല്ലോ, പക്ഷേ മറ്റേ ആർട്ടിഫിഷ്യൽ നമ്മുടെ ഷുഗർ ഇടത്തില്ല, മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നറാണ് ഇടുന്നത്. അതിട്ട് ചായയൊക്കെ കുടിക്കാറുണ്ട്. എന്ത് ഐസ്ക്രീം വരെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാം കഴിക്കാം. ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അപ്പോൾ കഴിച്ചല്ലേ പറ്റും. അതുകൊണ്ട് അങ്ങനെ കഴിക്കണ്ട, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ചോദിക്കുമ്പോൾ ഡയറ്റീഷ്യനോട് ചോദിക്കും. അപ്പോൾ അവർ കഴിക്കാമെന്ന് പറയണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ചിക്കനൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം കേട്ടോ. എണ്ണയിൽ അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചുകൂടാ, അത്രയേ ഉള്ളൂ. നമുക്കൊരു കോഫി ഇട്ട് കുടിച്ചാലോ?
ഞാൻ എന്നും കുടിക്കാറുണ്ട് കേട്ടോ. എന്നോട് ആക്ച്വലി എന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. കഫീൻ എടുക്കണ്ട, ചായ പാല് കോഫി ഒഴിവാക്കാനാണ് പറഞ്ഞത്. എനിക്കങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല കേട്ടോ, ചായ പാല് കുടിക്കണം എന്നുള്ളൊരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ റീസൺലി എനിക്ക് ചായയൊക്കെ വൈകുന്നേരം കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം, ഒരു ഉത്സാഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഞാനിപ്പോൾ ചായ കുടിക്കാറുണ്ട്. ഒരു എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കുമ്പോൾ എനിക്കൊരു എനർജി എവിടെ നിന്നോ കിട്ടുന്നൊരു ഫീൽ. വിതൗട്ട് ഷുഗർ, 0 കാലറി മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കേട്ടോ, കുറച്ച് കേട്ടോ, വളരെ കുറച്ച് മാത്രം. പാല് ശകലേ ഒഴിക്കുള്ളൂ. അത് ചായ ആയാലും കോഫി ആയാലും. എനിക്ക് കോഫി ഭയങ്കര തിക്കായിട്ടിട്ട് കുടിക്കുന്നത് ഇഷ്ടമല്ല. മുമ്പ് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് വെള്ളം പോലെ ഇരിക്കുന്ന കോഫിയാണ് ഇഷ്ടം, പക്ഷെ പാല് വേണം. അങ്ങനെ കോഫി ഇട്ട് കുടിക്കാണ്. കടുപ്പം കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അതുകൊണ്ട് കടുപ്പം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം പോലെ ഇരിക്കണം. അതൊക്കെയാണ് എൻ്റെ കോഫിയുടെ ഓരോ രീതികൾ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, കോഫി ആയാലും ചായ ആയാലും ഓരോ ഇഷ്ടം കാണും. അതുപോലെ എൻ്റെ ഇഷ്ടമാണിത്. കോഫി ആയാലും ടീ ആയാലും എനിക്ക് മസ്റ്റായിട്ട് ഷുഗർ വേണം. അതില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പിന്നെ കുടിക്കുന്നതിൻ്റെ അർത്ഥമില്ലല്ലോ. നമ്മളൊരു ചായ അല്ലെങ്കിൽ ഒരു കോഫി എനിക്ക് കുടിച്ചാൽ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഷുഗർ ഇട്ട് കുടിക്കുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ടീ ഓഫ് കോഫി ആവുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു, അയ്യോ ചായയും കോഫിയും. എനിക്കങ്ങനെ ഒരു ശീലമേ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കുടിക്കുന്ന രാവിലെ എനിക്ക് നിർബന്ധമില്ല കേട്ടോ. വൈകുന്നേരം ഒരു ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യും ആലോചിച്ച് ഇങ്ങനെ ഡയറ്റീഷ്യനോട് ജസ്റ്റ് വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, മധുരം മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നർ ആഡ് ചെയ്യാം, വല്ലപ്പോഴൊക്കെ ഒരു ടീയോ കോഫിയോ കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതിപ്പോൾ ഓൾമോസ്റ്റ് ഒന്നും കുടിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇപ്പം എൻ്റെ ഡയറ്റീഷ്യൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കുടിക്കുന്നുണ്ട് കേട്ടോ. കോഫി റെഡി. എത്രയേറെ ചായപാത്രങ്ങളുണ്ടെങ്കിലും ഈ കയ്യില്ലാത്തതിലിട്ടേ ഞാൻ കുടിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പോഴേ നമുക്ക് നമ്മുടെ ഈ ചൂട് കോഫി കുടിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഹെഡ് മസാജർ അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.